ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ഫാമിലി. റെയിൻഫാൾസിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണണ്ടേ? നമ്മൾ പല വ്യൂയിങ് ഡെക്കുകളുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ ഈ കാണുന്ന ഒരു റോക്കുണ്ട്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക്. അവിടേക്ക് നമുക്ക് എത്താനുള്ള ബോട്ട് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ താഴെ കാണുന്ന വ്യൂയിങ് ഡെക്കാണ്. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുന്നത് ഈ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ്. ഇത് അവിടെ എത്തുന്നതിന് ഏറ്റവും താഴെയുള്ള വ്യൂയിങ് ഡെക്കിന് തൊട്ട് മുന്നേ ഉള്ള ഈ വെള്ളച്ചാട്ടം തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂയിങ് പോയിൻ്റ് ആണ്. നമുക്ക് വെള്ളം കൈ കൊണ്ട് തൊടാൻ പറ്റുമെന്ന് തോന്നുന്നു, അത്ര അടുത്താണ്. നമ്മൾ അവസാനം നടന്ന് നമ്മൾ മേളിൽ നിന്ന് കണ്ട വ്യൂയിങ് ഡെക്കിലെത്തി. നമ്മൾക്കിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇത് ഉരുളൊക്കെ പൊട്ടി വരുന്ന പോലെ അത്രയും ഫോഴ്സിൽ ഇങ്ങനെ വരുന്ന പോലെ തോന്നും. പിന്നെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ മിസ്റ്റ് പോലെ വെള്ളം ഇങ്ങനെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ്. നല്ല വെയിലുണ്ട്, എന്നാൽ ആ വെള്ളം ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പം നല്ലൊരു സുഖമുള്ള ഒരു തണുപ്പ് നമുക്കിങ്ങനെ കിട്ടും. ഈ കാണുന്ന ബോട്ടുകളില്ലേ, അതിൽ നമുക്ക് കയറാം കേട്ടോ. 15 മിനിറ്റ് 30 മിനിറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അപ്പുറത്തെ ഷോറിലേക്ക് പോകാനുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. നമ്മളിപ്പോൾ 15 മിനിറ്റിൻ്റെ ബോട്ടിൻ്റെ റൈഡാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതിന് 10 ഫ്രാങ്ക് ആണ് ടിക്കറ്റിൻ്റെ ചാർജ്. നമുക്ക് അവിടെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ബോട്ടിൻ്റെ അതിൽ കയറാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓപ്പോസിറ്റ് ഷോറാണ്. അപ്പോൾ നമ്മൾ ഈ റെഡ് ബോട്ടിൽ കയറിയിട്ട് ഓപ്പോസിറ്റ് ഷോറിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് 15 മിനിറ്റ് റൗണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വില വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും ജർമ്മനിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 3.